അല്ലാഹു പറയാണ്, മനുഷ്യാവല നബിലുവന്നക്കും, തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിക്കും. ഏതാനും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ നിന്നെ തേടിയെത്തുന്ന ജീവിതത്തിൽ അല്ലാഹു പറയാ, നിന്നെ ഞാൻ തീർച്ചയായും പരീക്ഷിക്കും മാനവാ. എന്തുകൊണ്ടാണ് പരീക്ഷിക്കുക? ഒന്നാമതായി റബ്ബ് പറയുന്നത് ബിശൈഇൻ മിനൽ ഖൗഫി, അല്ലാഹു നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന്. നാനാ ഭാഗത്തു നിന്നും ഭയത്തിന്റെ കരിമേഘങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉരുണ്ടുകൂടുകയും ഏത് സമയത്തും ഒരു അപകടത്തിലോട്ട് കടന്നു പോകുന്ന ആപത്സൂചനകളുമായി സമുദായം ഒരു വല്ലാത്ത മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഒരവസ്ഥയെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഇറാഖിലെയും സിറിയയിലെയും ചെച്ചനിയിലെയും ബോസ്നിയയിലെയും സൊമാലിയയിലെയും എന്ന് വേണ്ട, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന്റെ മുകളിലൂടെ മൂളിപ്പായുന്ന ബോംബർ വിമാനങ്ങളുടെ മുകളിലൂടെ ഏത് സമയത്തും ഭീതിതമായ സാഹചര്യങ്ങളെ തടന്നു പോകുന്ന സിറിയയിലെ അലപ്പോവില് കൂട്ടക്കുരുതുകൾ ചെയ്യപ്പെടുന്ന, ഏത് സമയത്തും വെടിയുണ്ടകളുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതം, ആ ജീവിതമാണ് ഇറാഖിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം, സിറിയയുടെ ജീവിതം. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാവിലെ പത്രമാധ്യമങ്ങൾ മുഴുവനും അടിക്ക് തിരിച്ചടി എന്ന വെണ്ടക്കാച്ചരത്തിൽ നിരത്തുമ്പോഴും, ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീരിന്റെ അതിർത്തിയിൽ വെടിയൊച്ച മുടങ്ങുമ്പോഴും, ഒരു രണ്ടാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കടന്നു പോകുമ്പോഴും ഈ സമൂഹം മുഴുവനും വല്ലാത്തൊരു ഭീതിയുടെ അവസ്ഥയിലാ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഒരു യുദ്ധം ഒരിക്കലും ഒരു സമൂഹത്തിന് അഭിലഷണീയമല്ല. അല്ലാഹു നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ അല്ലാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. എപ്പോഴും നമുക്ക് ദുആ ചെയ്യണം, അല്ലാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരു രാജ്യത്തിനും അഭിലഷണീയമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, നിങ്ങളെ ഞാൻ ഭീതി കൊണ്ട് വല്ലാതെ പരീക്ഷിക്കുമത്രേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമതത്തിന്റെ പ്രബോധനവുമായി മക്കയിലേക്ക് വരുമ്പോൾ വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത, ആശയപരമായും ആദർശപരമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രതിയോഗികൾ കായികമായി നേരിടുകയും മക്കാ കുഫാറുകളടക്കമുള്ളവരുടെ ചതിപ്രയോഗങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനാവുകയും അവസാന ലോകത്തുള്ള എല്ലാ എതിരാളികളുടെയും കുതന്ത്രങ്ങളെ മറികടന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലോകരാജ്യങ്ങളിലേക്ക് പ്രവഹിക്കുകയും ചെയ്തപ്പോ റോമയിൽ നിന്നും ബോസിയിൽ നിന്നും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടാൻ മുന്നോട്ട് വന്ന റോമയുടെയും പേർഷ്യയുടെയും അധികാരത്തിന്റെ നാമ്പുകൾ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിന്റെ വിശ്വമാനവിക സംസ്കാരത്തിലോട്ട് കടന്നു വരികയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും തകർത്താലല്ലാതെ ഇനി നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ എതിരാളികൾ പൊതുശത്രുവിനെതിരെ അവരെല്ലാവരും ഒന്നിക്കാൻ തീരുമാനിച്ചു. ആമുഖമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. പൊതുശത്രുവിനെതിരെ തങ്ങൾക്കെല്ലാവർക്കും ഒരേ ഒരു ശത്രുവയുള്ളൂ. റോമക്കാരന്റെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ, പേർഷ്യക്കാരന്റെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ, മക്കാ കുഫാറുകളുടെ ശത്രുവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ എല്ലാവരുടെയും ശത്രു ഒരാളായിരിക്കെ എന്തിനാണ് ഭിന്നമായി നിന്ന് പോരാടുന്നത്? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും യോജിച്ചു ഒന്നിച്ചു നിന്ന് തങ്ങളുടെ പൊതുശത്രുവിനെ തകർക്കാമെന്ന ധാരണ പ്രകാരം മക്കാ കുഫാറുകളും പേർഷ്യക്കാരും റോമക്കാരും കൂടി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുകയും അവർ അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്നിച്ച് തകർക്കുവാൻ വേണ്ടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തകർക്കുവാൻ വേണ്ടി ഖന്തഖിൽ അവർ ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഈ വിഷയത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അങ്കുലി പരിമിതമായ അനുയായികൾക്കും വേണ്ടി ആയുധശേഷിയില്ലാത്ത ആൾശേഷിയില്ലാത്ത ആൾബലം കുറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകനെയും സഹാബത്തിനെയും തകർക്കുവാൻ ലക്ഷക്കണക്കോളം വരുന്ന പേർഷ്യക്കാരും റോമക്കാരും മക്കാ കുഫാറുകളും അടക്കുന്ന സഖ്യസേന തയ്യാറാവുകയും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിടുന്നതിന് മുമ്പായി മാനസികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്ന അനുയായികളെ തളർത്തുക. ഞാൻ ഈ പറയുന്ന സംഭവത്തിൽ നമ്മുടെ ആനുകാലിക സംഭവമായി വളരെയേറെ ബന്ധങ്ങളുണ്ട്. മാനസികമായ ഒരു സമൂഹത്തെ തകർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ആയുധം അവന്റെ തളരാത്ത മനസ്സാണല്ലോ. അതുകൊണ്ട് അവന്റെ മനസ്സിനെ തളർക്കുക. അതുകൊണ്ടാണ് IS ബന്ധങ്ങളും കണ്ണൂരിലെ കനകമലയും തീവ്രവാദ പോരാട്ടങ്ങളുടെ
കോട്ടകളെയും ഒക്കെ കനൽപ്പരപ്പിന്റെ മുകളിൽ ഒരു സമുദായത്തെ മുഴുവന് കരിനിഴലുകളുടെ മുകളിൽ എത്തുന്നു നാം ഓർക്കുക. ഇതൊരു മാനസികമായി തളർത്തുവാനുള്ള പ്രചണ്ഡമായ പ്രചാരണമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിവേകബുദ്ധി നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകളെ ഓരോ സഹാബാക്കളെയും ചന്തയിൽ വെച്ച് കാണുമ്പോ, അങ്ങാടിയിൽ വെച്ച് കാണുമ്പോ മക്കാ കുഫാറുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കഴുത്ത് വെട്ടിയെടുക്കാൻ, നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യാൻ റോമയും പേർഷ്യയും ഞങ്ങളും കൂടി കൈകോർത്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് രക്ഷ വേണമെങ്കിൽ ഇപ്പോഴേ പിന്മാറിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഈമാനിന്റെ ആദർശത്തിന്റെ മുഴുവനും ആയുധം കൊണ്ട് പിടിച്ചു നിന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകളെ പല സമയത്ത് കണ്ടുമുട്ടുമ്പോഴും അവരെ വീടുകളിൽ ചെന്ന് കാണുമ്പോഴും അവരോടെല്ലാം അവരെ മാനസികമായി തളർത്തുവാൻ വേണ്ടി നിങ്ങൾക്കെതിരെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാ, അതുകൊണ്ട് പരാജയത്തോടെ പിന്മാറണേ എന്നവരോട് വാക്പ്രയോഗം നടത്തുമ്പോ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ സഹാബത്തുകൾ നിൽക്കുകയാ. ആ അവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നബിയേ, ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാദിറ വതളുന്നൂന ബില്ലാഹിൽ ളുനൂനാ. ഇത് ജാഊകും മിൻ ഫൗകികും അങ്ങയുടെ തലയുടെ മുകളിൽ കൂടിയും വമിൻ അസ്ഫല മിൻകും അങ്ങയുടെ താഴ്ഭാഗത്തു കൂടിയും വ്യോമാക്രമണവും കരയാക്രമണവുമായിട്ട് ശത്രുക്കൾ അങ്ങയെ ഉന്മൂലനാശം ചെയ്യാൻ വന്നപ്പോ ആളുകൾ മുഴുവനും അങ്ങയെയും അങ്കുലീപരിമിതമായ അനുയായികളെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല നബിയേ, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ വന്നിട്ട് അങ്ങയോട് സഹാബത്തിനോട് പറഞ്ഞില്ല നബിയേ. എന്താ എതിരാളികൾ പറഞ്ഞതെന്ത് സഹാബ? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ മുഴുവനും നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുകയാ, നവീനമായ ആയുധങ്ങളുമായി നിങ്ങളെ തകർക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ റോമയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പോ ലോകം മുഴുവന് തങ്ങൾക്കെതിരാണ്, തങ്ങൾ ഒറ്റക്കാണ് എന്ന നിത്യസത്യത്തെ തിരിച്ചറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എല്ലാവരും തങ്ങളെ തകർക്കാൻ വരുന്നു എന്ന പ്രതിസന്ധിയിലേക്ക് അവരെ കടന്നു പോയപ്പോ അവര് പ്രതിസന്ധികളിൽ തളരുന്നവരായിരുന്നില്ല. ആ സമയത്ത് സഹാബത്ത് അവരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ആര് ഞങ്ങളെ തകർക്കാൻ വന്നാലെന്താ, ആര് ഞങ്ങളെ തളർത്താൻ വന്നാലെന്താ, ആര് ഞങ്ങളുടെ എതിരാളികളായാലെന്താ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹുവുണ്ടല്ലോ, അവനാണ് ഞങ്ങളുടെ ഖാലിഖ്, അവനാണ് ഞങ്ങളുടെ റാസിഖ്, അവനാണ് ഞങ്ങളുടെ മാലിക്, അവനാണ് ഞങ്ങളെ ജയിപ്പിക്കുന്നവനും പരാജയപ്പെടുത്തുന്നവനും. ലോകം മുഴുവനും തനിക്കെതിരെ ഒരു സംഘം പോലെ ഉറഞ്ഞു തുള്ളി വരുമ്പോഴും ആ പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു പോകാതെ പടച്ചറപ്പിലേക്ക് സർവ്വതും ഏൽപ്പിച്ചു കൊടുത്ത ഖാലൂ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതി, നിഅമൽ വകീൽ, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ, അവനിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ സഹാബത്തിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നു പോകുമ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വേട്ടയാടുമ്പോ കരയുവാനല്ലാതെ ജീവിതത്തിൽ കടിയാട വരുമ്പോ ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാതെ ജീവിതം ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ നമ്മോട് കൊഞ്ഞണം കുത്തുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല, തളരുവാനല്ല, പൊട്ടിക്കരഞ്ഞിട്ട് കമന്ന് കിടക്കാനല്ല, പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന തിരമാലകളെ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന മഹാസമുദ്രം തന്നെ മുമ്പിൽ അലറിയടിക്കുമ്പോ സമുദ്രത്തിന്റെ തിരമാലകളുടെ മുമ്പിൽ മുമ്പോട്ടൊരു കാല് വെക്കാൻ കഴിയാട് പരിഭ്രാന്തിയോടെ തിരിഞ്ഞു നോക്കുമ്പോ പുറകിലെ കൊടാങ്കടിയില്ല, കുതിരക്കുളമ്പടികളുടെ മുകളിൽ കയറി ഊരിപ്പിടിച്ച ഉടവാളുകളുമായി ഫറോവയുടെ പട്ടാളം കൊല്ല
എല്ലാം വരുമ്പോ പണ്ട് പറഞ്ഞതുപോലെ ചെകുത്താനും കടലിനും മധ്യേ, മുന്നിലാണെങ്കിലോ സംഹാര താണ്ഡവമാടുന്ന മഹാസമുദ്രമാണ്, പുറകില് ഫറോവയുടെ പട്ടാളമാണ്. അവിടെ നിന്നുകൊണ്ട് രണ്ടിനെയും നടയിൽ തടവിൽ വെച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫലമ്മാ തറൽ ജമാഅനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂ. മഹാനായ കലീമുല്ലാഹി മൂസാ നബിയോട് തന്റെ അനുയായികളോ, മൂസാ ഫറോവയുടെ പട്ടാളക്കാർ ഊരിപ്പിടിച്ച വാൾത്തലപ്പുകളുമായി ചുരട്ടിക്കൊണ്ടുവരുമ്പോ ഈ കടലിൽ കിടന്ന് മുങ്ങിച്ചാവാനല്ലേ നമുക്ക് കഴിയൂന്ന് ചോദിക്കവേ, മുൻഭാഗത്ത് തിരമാലകൾ നിർത്താൻ നാടിരിക്കുന്ന മഹാസമുദ്രമാണ്, പുറകില് ഫറോവയുടെ പട്ടാളമാണ്. അപ്പോൾ കലീമുല്ലാഹി മൂസാ നബി തന്റെ പ്രതിസന്ധിയിലെ തളരാതെ പറഞ്ഞതിന് മറുപടി ഉണ്ട്, ഇല്ല കാലക്കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീ. ഇല്ല ഇല്ല, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബല്ലേ എനിക്ക് കൂടെയുള്ളത്, എന്റെ റബ്ബല്ലേ എന്റെ കൂടെയുള്ളത്. അവന്റെ മുമ്പിൽ ഫറോവ പ്രശ്നമല്ല, അവന്റെ മുന്നിൽ നമ്രൂദ് പ്രശ്നമല്ല, അവന്റെ മുമ്പിൽ ഏകാധിപതികൾ പ്രശ്നമല്ല, അവന്റെ മുമ്പിൽ സർവാധിപതികൾ പ്രശ്നമല്ല. അവനാണ് എന്റെ അല്ലാഹ്. കഅബാലയത്തെ തകർക്കാമെന്ന് ആനപ്പടെ വെട്ടുകിളികളെന്ന കൊച്ചു പക്ഷികളെ കൊണ്ട് തകർത്തെറിഞ്ഞ ആനയുടെ മസ്തകത്തിലേക്ക് വെട്ടുകിളികളുടെ കാലിൽ നിന്ന് വീണ് ചെറിയ കല്ലുകൊണ്ട് ആനയുടെ മസ്തകം തകർന്നപ്പോ ആനപ്പട തിരിച്ചോടുമ്പോ മക്കാ തെരുവിൽ നിന്ന് തെരുവ് കുട്ടികൾ പാട്ടുപാടിയല്ലോ, ഐനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. ആനപ്പട ഓടുന്നത് കണ്ടപ്പോ എവിടെ എവിടെ വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു, മുറിമൂക്കൻ രാജാവ് തോറ്റോടിപ്പോയെന്ന് മക്കയിലെ തെരുവ് കുട്ടികളെ കൊണ്ട് പാട്ടുപാടിപ്പിച്ച അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത റബ്ബനിക്ക് സ്വന്തമല്ലേ, പിന്നെന്തിനാണ് ഞാൻ പതറുന്നത്? കാംതാകത്തിൽ തേര അന്തേസ തൂഫാൻ സഖ്യ, കൊടുമോടികൾ പറന്നു വന്നാലും തിരമാലകൾ ആഞ്ഞടിച്ചാലും മലവെള്ളപ്പാച്ചിൽ ഒടുങ്ങിപ്പോയാലും ഞാൻ എന്തിനു ഭയക്കണം? ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ. അവനാണ് കരിമ്പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ പ്രസവിപ്പിച്ചവൻ, അവനാണ് ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തളിക ഇറക്കി തന്നവന്, അവനാണ് കരിമ്പാറക്കെട്ടിൽ നിന്ന് സചേതനമല്ലാത്ത അചേതനമായ കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചു തന്നതെന്റെ റബ്ബാ. നാവും ഹൃദയവും ഒടിച്ചിട്ട് ശരീരം മുഴുവന് പടുത്തു പറങ്ങലിച്ച അയ്യൂബ് നബിക്ക് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്തത് എന്റെ റബ്ബാണ്. റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ മുഹാവലതൻ വഅക്തറുഹും ജുനൂദാ. അല്ലാഹു എന്റെ കൂടെയുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? അതുകൊണ്ട് ഈ തൂക്കുപാലത്ത് ഇവിടെ തൊടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതം പരീക്ഷണങ്ങളുടേതാണ്. ഈ ജീവിതം അഗ്നി പരീക്ഷണങ്ങൾ നിറഞ്ഞതാ. അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ക്ലേശത്തിൽ നിന്നാണ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ദുഃഖത്തിൽ നിന്നാണ്. ആ ദുഃഖമേ മനുഷ്യന്, കണ്ണുനീരേ മനുഷ്യന്, കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകാട് ഈ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല. രണ്ടാമത്തേത് പറയുന്നതേരാ, അള്ളാഹു പറയുന്നു ചൂടി പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയാ, നിങ്ങളെ ഞാൻ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. ഈ പരീക്ഷണത്തെ കുറിച്ച് ഞാൻ എന്റെ സദസ്സിനോട് പറയുമ്പോ, ഇന്ന് ഈ തൂക്കുപാലത്തെ എല്ലാ പട്ടംകോളനി മേഖലയിലെ ഒരു വീട്ടിൽ പോലും ഇന്ന് പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടില്ല. ഒരു കാലഘട്ടം നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാൽ പറയും, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ മുളയറിയിട്ടിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പട്ടിണിയുടെ കാലമുണ്ട്. ആ കാലത്തിലേക്ക് നമ്മുടെ കാലം തിരിച്ചു പോയാൽ അള്ളാഹു പറയാ, കൊടും പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന്. ആ പരീക്ഷണം ജീവിതത്തിലെങ്ങാനും സംജാതമായാൽ ആരും അറിയാതെ പട്ടിണി കിടക്കുന്ന എത്രയെത്ര നിരവധി അനവധി ആയിരങ്ങളുണ്ട്. ആ പരീക്ഷണമെങ്ങാനും വന്നു പോയാൽ ആ പരീക്ഷണങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ച നേതാവാണ് ആദരവായ
ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് പേരക്കിടാങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, പ്രിയപ്പെട്ട മകള് ഫാത്തിമയോട്, ഫാത്തിമ എന്തേ മക്കളെ കരയുന്നത് മോളെ? ഫാത്തിമ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞത്, അൽ ജുഉ യാ റസൂലല്ലാഹ്, അവർക്ക് വിശന്നിട്ടാണ് നബിയേ. പാതിരാ സമയത്ത് വിശന്നിട്ടുറക്കം വരാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ കരയാ. തൂക്കുപാലത്തെ പെങ്ങളെ, ഇങ്ങനൊരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ അവർക്ക് കഴിക്കാൻ ഒന്നുമില്ല ഉപ്പ, എന്നാൽ അവർക്ക് മുലപ്പാല് കൊടുക്കുമോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മുലപ്പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് ഹബീബായ മുത്തുമാറി നിന്നു. കുറെ കഴിയുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ അടക്കി പിടിച്ച തേങ്ങൽ കേൾക്കുമ്പോ ഹബീബായ നബി തങ്ങളെ തിരിഞ്ഞു നോക്കവേ വാതിൽ പടിയിലും മുഖം കുരിച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയാ. എന്താ പൊന്നുമോളെ? ഗദ്ഗത കണ്ടയായി തന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊരു മകള് പറഞ്ഞ വാക്ക്, അഭിനവകാല സമൂഹത്തിന്റെ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ആഡംബരത്തിലേക്ക് കഴിഞ്ഞു വന്ന ഇന്നലെയുടെ ഇസ്ലാമിന്റെ ദീൻ മറന്ന് ആഡംബരത്തെ വാരിപ്പുറന്നൊരു സമൂഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, ഉപ്പാ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാ? 2 മാസമായി പ്രിയപ്പെട്ട മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി പട്ടിണി കിടന്ന കാരണത്താൽ ഉപ്പാന്റെ മകളുടെ സ്ഥലത്തില് മുലപ്പാല് പോലും വറ്റിപ്പോയി ഉപ്പാ എന്ന മഹതിയായ ഫാത്തിമ ബീവി മറുപടി പറയുമ്പോ 2 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് മുലപ്പാല് പോലും വറ്റിപ്പോയ മകളെ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ ഉറക്കം വന്നില്ല. രാവിലെ സുബഹി കഴിഞ്ഞപ്പോ നേരെ നടന്നു പോയി മദീനയുടെ നായകന് ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ പോയി ജൂതനോട് ചോദിച്ചു, ഞാൻ നിന്റെ ഈത്തപ്പഴത്തിന് വെള്ളം കോരി തരട്ടെയോ? ജൂതനോട് കൂലി നിശ്ചയിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സമുദായം ഇത് മനസ്സിലാക്കണം, ഇത് പറയുന്നത് വ്യക്തമായ ചില കാരണങ്ങളോടെയാ. ഹബീബായ നബി തങ്ങൾ ഈത്തപ്പഴം തരത്തട്ടത് ഈത്തപ്പന മരത്തിന് വെള്ളം കോരുകയാ. 10 ഈത്തപ്പന മരത്തിന് 1 ദീനാറ് കണക്ക് വെച്ച് ഹബീബായ നബി തങ്ങളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈത്തപ്പഴത്തോട്ടത്തിന് വെള്ളം നനക്കാൻ തോൽപാത്രത്തിന് വെള്ളം നനച്ച് തന്റെ റിസാലത്തിന്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് ഖാതമുൻ നുബുവത്തിന്റെ അടയാളമുള്ള തോളിന്റെ മുകളിലേക്ക് തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ഈത്തപ്പന മരങ്ങൾക്ക് നിറച്ചു കൊടുക്കവേ അവസാന കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ ഹബീബായ മുത്തിന്റെ കയ്യിൽ നിന്ന് തോൽപാത്രം താഴേക്ക് വീണു. വെള്ളം കോരുന്ന പാത്രം താഴേക്ക് വീണു. വെള്ളം കോരാ പാത്രമില്ലാതെ നിർനിമേഷനായി നിൽക്കുമ്പോ ഓടി വന്ന ജൂതൻ കാണുന്നത് എന്റെ തോൽപാത്രം കിണറ്റിൽ വീണ് കിടക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് അറിയുമോ എന്നറിയില്ല, ഹബീബായ നബി തങ്ങളുടെ വലത്തെ തോളിലേക്ക് തന്റെ കൈ വീശിയിട്ടാഞ്ഞടിച്ചു ജൂതപ്പരിശ. ഹബീബായ നബി തങ്ങളെ വേദന കൊണ്ട് പൊളഞ്ഞു പോയി. കടക്ക് മുഹമ്മദേ എന്റെ തോട്ടത്തിൽ നിന്ന്, കടക്ക് മുഹമ്മദേ എന്റെ തോട്ടത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ജൂതനോട്, എന്നെ നീ വെറുതെ പുറത്താക്കരുത്, ഇതുവരെ കോരിയ വെള്ളത്തിന്റെ കൂലിതാ. ഇല്ല, നിന്റെ കൂലി എന്റെ തോൽപാത്രത്തിന്റെ നട്ടപരിഹാരമാണ്. പ്രിയപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയല്ലേ, എന്റെ പൊന്നുമോളും പേരക്കുട്ടികളും വീട്ടിൽ പട്ടിണിയിലാ. അവരെന്റെ വരവും കാത്തിരിക്കുകയാണ്. ഒന്നും തന്നില്ലെങ്കിലും ഒരു കുമ്പിൾ ഈത്തപ്പഴമെങ്കിലും കാരക്കയെങ്കിലും പ്രതിഫലമായി തരണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ അവസാനം 10 കാരക്ക എണ്ണിക്കൊടുത്തു ജൂതപ്പരിശ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 കാരക്കുമായി നേരെ നടന്നിട്ട് മകളുടെ വാതിലിൽ മുട്ടി. ഫാത്തിമ റളിയല്ലാഹു തആല വാതിൽ തുറക്കുമ്പോ ഫാത്തിമാന്റെ കൈ നിവർത്തിയിട്ട് അവിടേക്ക് കാരക്ക വെച്ച് കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ നീയും കടിച്ച് ഹസനും ഹുസൈനും കൊടുക്ക്. ഫാത്തിമ ബീവി സന്തോഷത്തോടെ ഇത് എവിടെ കിട്ടി എന്ന് നോക്കി നിൽക്കവേ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നടന്നു. തന്റെ പ്രിയപ്പെട്ട ഉപ്പ തിരിഞ്ഞു നടന്നപ്പോ ഉപ്പാന്റെ വലതേ മുകളിൽ ഒരു ജൂതന്റെ വിരലിന്റെ അഞ്ചടയാളം കണ്ടപ്പോ വാതിൽപ്പടിയിൽ ചാരി നിന്ന് തേങ്ങിക്കരഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാഇ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ ഉപ്പാന്റെ മുതുകത്തെ അടയാളം കിടന്ന് പട്ടിണി കൊണ്ട് പൊട്ടിക്കരഞ്ഞ പൊന്നുമോളുടെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ പോകുന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ ജൂതന്റെ തോട്ടത്തിൽ പോയി വെള്ളം കോരി കൊടുത്ത് അധ്വാനിച്ചതാരാ? ആരാണെന്നറിയോ? കിട്ടാത്തത് കൊണ്ടല്ല, ആ പ്രവാചകനോടാണ് ജിബ്രീൽ വന്നിട്ട് ചോദിച്ചത്, ഉഹദ് മല ഞാൻ സ്വർണ്ണമാക്കി തരട്ടെ നബിയേ? വേണ്ട 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 വേണ്ട, എനിക്ക് ഈ സ്വർണ്ണ കുമ്പാരങ്ങൾ വേണ്ട, സ്വർണ്ണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർണം വേണ്ടെന്ന് പറഞ്ഞ് ഹലാലായ ഭക്ഷണത്തിന് അധ്വാനിച്ചതാരാ? ആ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവലോകത്തിനും അനുഗ്രഹീതമായി വന്ന 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക രാജ്യത്തിന് അധിപതിയായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ആൺകുട്ടികളോടാണ്. സ്വന്തം മകളും മക്കളും പട്ടിണി കാരണത്താല് രാത്രിയിൽ ഉറക്കമില്ലാതെ കരഞ്ഞിട്ടും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും തന്റെ മകൾക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ ഹറാമിന്റെ ഒരു ഭക്ഷണം കൊടുക്കാട് ഈത്തപ്പഴ തോട്ടത്തിൽ ചുമടെടുത്തിട്ട് തന്റെ വീട് പോറ്റിയ ഹബീബായ നബി തങ്ങളുടെ ജീവിതം പഠിക്കുക. ഏത് പട്ടിണി വന്നാലും പ്രയാസം വന്നാലും ഹറാമിനെ കുറിച്ച് ചിന്തിക്കരുത്, ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കരുത്, പലിശയെ കുറിച്ച് ചിന്തിക്കരുത്. ഏത് പ്രതിസന്ധി വന്നാലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ആരോഗ്യം കൊണ്ട് അധ്വാനിച്ചിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവേ ഇതുവരെ അന്നം തന്നത് നീയാണ്. ലോകത്തുള്ള പക്ഷിപർവാദികളുടെയും മനുഷ്യന്റെയും ഭക്ഷണം പടച്ചറപ്പിന്റെ കയ്യിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരൽപ്പം പ്രയാസം വരുമ്പോൾ ഹറാമിലേക്ക് പോകുന്ന, ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുന്ന, പലിശയെ കുറിച്ച് ചിന്തിക്കുന്ന, ഇല്ലമില്ല സാമ്പത്തികമായ ടൈറ്റൊക്കെ പടച്ചറപ്പ് നൽകുന്നതാ.